UK വന്ന സ്റ്റുഡൻസേ പല തരത്തിലുള്ള വ്ലോഗ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ്. Don't put your torches on. As soon as you put your torches on, they're going to see you. എനിക്ക് നീ ഇവിടെ മലയാളത്തിലാണ് അനൗൺസ് ചെയ്യുന്നത് സായിപ്പന്മാർ വരുമ്പോഴും. ഹായ് എല്ലാവർക്കും, ഒരുപാട് നാൾ ശേഷം ഒരു വ്ലോഗ് എന്ന് ചിലപ്പം വിളിക്കാൻ പറ്റുന്ന ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ബേസിക്കലി നമ്മുടെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞു, യൂണിവേഴ്സിറ്റി പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങൾ രാത്രി വെറുതെ ഒന്ന് നൈറ്റ് ഡ്രൈവിന് പോകാൻ ഇറങ്ങിയതാണ്. എന്നിട്ട് മക്ഡീന്നോ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നമ്മുടെ വെല്ലിംബ്രോ ടൗൺ വിടുന്നതിന് മുമ്പേ വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് സംസാരിച്ചു. എന്നാൽ പിന്നെ നേരെ സ്കോട്ട്ലൻഡ് വിട്ടാലോ. അപ്പോൾ പിന്നെ ഓക്കെ, എങ്ങോട്ടെങ്കിലും വിടാം, സ്കോട്ട്ലൻഡ് പോലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകും. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേന് നമ്മൾ കഴിഞ്ഞ 1 ഇയറിൽ എത്തിയിട്ട് നിങ്ങൾ 1 വർഷമായി. 1 ഇയറിൽ ആരും ബീച്ച് ഒന്നും കണ്ടിട്ടില്ല UK. ഗൂഗിളിൽ നോക്കിയപ്പോൾ നാളെ രാവിലെ 7 മണിക്കാണ് സൺറൈസ് എന്നാണ് കണ്ടത്. കാരണം നമ്മൾ സാധാരണ സൺറൈസ് കാണാത്തതുകൊണ്ട് എത്ര മണിക്കാണെന്ന് അറിയില്ല. സോ 7 മണിക്ക് ആകുമ്പോഴത്തേനും അവിടെ എത്തണം എന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ അതൊക്കെ ഒരു നൈറ്റ് ഡ്രൈവ്, എങ്ങോട്ടാണ് തീരുമാനമായിട്ടില്ല. എങ്ങോട്ടാണെങ്കിലും ചുമ്മാ പോയിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് ഒരു കാപ്പി കുടിക്കുക, ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുക, തിരിച്ചു വരിക. കൊള്ളടിക്കാൻ കയറുക. നിനക്ക് കൊള്ളടിക്കുന്നതിനോ? നിന്റെ കിഡ്നി ഉൾപ്പെടെ കീറുക. രണ്ട് ബട്ടൺ ഉണ്ടാ ഞെക്കി കഴിഞ്ഞാൽ പോലീസൊക്കെ മണി അടിച്ചു തുടങ്ങി. എങ്ങോട്ടാ പോന്നെ? അത് പറയത്തില്ല. ഇല്ലല്ലേ, രാവിലെ ലൈവ് വരും. ഇത് ചതിയാന്ന് എനിക്ക് പറയാനുണ്ടോ സുഹൃത്തുക്കളെ? പരിപാടിയിൽ ചെറിയൊരു തടസ്സം. പറ, നീ തന്നെ പറ. ഡീസൽ വണ്ടിയിൽ ഇച്ചിരി വണ്ടി മുതലാളി ഡീസൽ ക്ലിയർ ചെയ്യാനായിട്ട് ഇപ്പൊ ആള് വരും. എനിക്ക് നിന്നെ രണ്ടിനും ഏറി കയറണം. മരിച്ച വീട്ടിലെ ഓലക്കുടയും വീണയും തബലയും വായിക്കുന്നു. ഒരു റീത്ത് കിട്ടും. നമ്മുടെ വണ്ടി ശരിയാക്കാൻ അളത്തിയിട്ടുണ്ട്. എല്ലാം ഒപ്പിച്ച് നിൽക്കുന്നുണ്ടോ? അനവര് ട്രോഫി കിട്ടി. UK വന്നിട്ട് ഒരു ട്രോഫി എങ്കിലും ആയി. നീ ഇവിടെ മലയാളത്തിലാണ് അനൗൺസ് ചെയ്യുന്നത് സായിപ്പന്മാർ വരുമ്പോഴും. ഓൾറെഡി ഒരു 10 പൗണ്ടിന് പെട്രോൾ ഉണ്ടായിരുന്നു. അപ്പൊ 40 പോയി അല്ലേ? UK വന്ന സ്റ്റുഡൻസേ പല തരത്തിലുള്ള വ്ലോഗ് ഇട്ടിട്ടുണ്ട്. പക്ഷെ വണ്ടി റിക്കവറി ഇതാദ്യമായിട്ടാണ്. ഒരാൾക്ക് പറ്റുള്ളൂ. അല്ല, അത് പ്രത്യേക ഒരു കഴിവാ. ഡീസൽ അതിന് ശേഷം കണ്ടല്ലോ. യാത്ര തുടങ്ങി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാൻ എന്ത് കൈ വെക്കുന്നു കീഴടങ്ങി. ഇനി ഒരു വെടി കൂടി കിട്ടാനുണ്ട്. Have you ever been to the Stonehenge? No. If you're going there, you should go to Stonehenge as well. Is it? Yeah. യുകെയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് എങ്ങനെ കാണാമെന്നാണ് നമ്മുടെ ബ്രിട്ടീഷുകാരൻ ചേട്ടൻ ഞങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സൗത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ സ്റ്റോൺ ഹെഞ്ച് കണ്ടിട്ടുണ്ടോന്നായിരുന്നു. സ്റ്റോൺ ഹെഞ്ച് UK ഒരു കണ്ടിരിക്കേണ്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് പണിയ സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കൂറ്റൻ കല്ലുകൾ എങ്ങനെ ഇവിടെ എത്തിച്ചു എന്നുള്ളത് ഇന്നും നിഗൂഢമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾക്ക് 25 പൗണ്ടാണ് അങ്ങോട്ട് പോകാൻ. പക്ഷെ നമ്മുടെ ബ്രിട്ടീഷുകാരൻ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെ ഫ്രീ ആയിട്ട് പോകാമെന്ന്. Because middle of the night you can just walk in there. You get told off. Okay. Right, so you get one chance. You get in there and then you get kicked out. How about in the morning? You have to pay to go in. If it's the if you go in tonight, you just climb over the fence. And you don't put any lights on until you get there, and then when you get there, just pretend you're not from this country and you're just a tourist and really sorry and whatever. They can only kick you out. They can't phone the police. Yeah, I've done it. Yeah. You've done that. So yeah. And then just walk over the fence there and then walk along. Don't put your torches on. As soon as you put your torches on, they're going to see you. Okay. If you're nice to them, you're from here, that's why. Yeah, but if you're from India, no, but you're tourist. Off the country, we'll be deported back. No. Because you're not doing anything wrong, and that you're breaking the law, and just say really sorry, and just walk off. They're not going to phone the police. You know, the police are too busy to come out there to catch us. Yeah. I just want it, and I said to him, "You don't own these." I said, "These were here years ago." I said, "No one owns them." I said, "I'm just coming. If you're not going there with a spray paint to spray it, you're not doing anything wrong." Did you go alone? Yeah. You went alone? Yeah. Wow. I went down to. I was doing a job. So I did a job at 2 o'clock in the morning and then stopped in there on the way back. Wow. So you go everywhere in the UK to do this? Within about 2 hours. See you. Bye-bye. Safe journey, yeah?
അങ്ങനെ സംഭവബഹുലമായ ഒരു ഡീസൽ പെട്രോൾ മാറ്റിയടിക്കൽ മഹാമകം കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി വണ്ടിയെടുത്ത് പോകാൻ പോവാണ്. സമയം 1 മണി. നമ്മൾ പമ്പിൽ തന്നെ നിൽക്കുന്നു. പതുക്കെ യാത്ര പുറപ്പെടുന്നതായിരിക്കും. റെഡിയല്ലേ? സെറ്റല്ലേ? സെറ്റ്. സുബി നമ്മുടെ കാറിൻ്റെ ഓണറും എന്നോട് ചോദിക്കണ്ടല്ലോ അല്ലേ? നീ സെറ്റ് കയറ, നീ വണ്ടിക്കകത്ത്. അങ്ങനെ ഒരു ദീർഘ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ ലക്ഷ്യസ്ഥാനം. ചെറിയൊരു തിരുത്തുണ്ട് പാതി വഴിയിൽ. ശരിക്കും ഇതായിരുന്നു ലക്ഷ്യസ്ഥാനം. മഗ്ഡി കഴിക്കാൻ ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ നോർത്ത് ആംപ്ടണിൽ നിന്ന് സൗത്ത് ആംപ്ടണിൽ മഗ്ഡിയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നോർത്ത് ആംപ്ടണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് ആംപ്ടൺ വഴി ഏകദേശം 170 മൈൽ ദൂരം ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ഓടി ഞങ്ങൾ ഡേർഡിൽഡോറിനടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സമയം 5 മണിയാവുന്നേ ഉള്ളൂ. നേരം വെളുക്കാൻ ഇനിയും ഒരു 2 മണിക്കൂർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ ഒരു പാർക്കിങ്ങിലേക്ക് വണ്ടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വാങ്ങി. രാവിലെ നേരം വെളുത്തപ്പോൾ ഇതാണ് അവസ്ഥ. കൊടും തണുപ്പും അതിൻ്റെ കൂടെ നല്ല കാറ്റും. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇതുവരെ UK ഇത്രയും തണുത്തിട്ടില്ല. അത്രയും തണുപ്പാണ്. നല്ല കാറ്റും തീ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവിടെ ബാർബിക്യൂ ഒന്നും ചേർന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഡോർസെറ്റ് എന്നാണ് നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. ഈ കോസ്റ്റിൻ്റെ പേര് ജുറാസിക് കോസ്റ്റ് എന്നും. അങ്ങനെ പേര് വരാൻ കാരണം ഇവിടുത്തെ പാറക്കെട്ടുകളിൽ ഏകദേശം 200 മില്യൺ വർഷം പഴക്കമുള്ള ജുറാസിക് പീരീഡിലെ ഫോസിലുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് നാച്ചുറലായിട്ടുണ്ടായ ഈ ലൈംസ്റ്റോൺ ആർച്ചാണ് ഈ ബീച്ചിനെ വ്യത്യസ്തമാക്കുന്നത്. അതിന്റെ പേരാണ് ഡേർഡിൽ ഡോർ. ഡേർഡിൽ എന്ന വാക്കിന്റെ അർത്ഥം ഡ്രില്ലെന്നോ ഹോളെന്നോ ഒക്കെയാണ്, തുളയ്ക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. പിന്നെ ഡോർ എന്നുള്ള വാക്ക് ഈ ആർച്ചിന്റെ ഷേപ്പ് കൊണ്ടുണ്ടായതാണ്. പബ്ലിക്കിന് ഈ സ്ഥലം സന്ദർശിക്കാമെങ്കിലും ഇത് ശരിക്കും ഒരു ഫാമിലിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ ഡേർഡിൽ ഡോർ കാണാൻ ഒരു വർഷം ഏകദേശം 10 ലക്ഷത്തോളം ആളുകളാണ് വരുന്നത്. പക്ഷെ ഈ കാലാവസ്ഥയും സമയമായതുകൊണ്ട് ഞങ്ങളല്ലാതെ വേറെ ആരും ഇവിടെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ തിരക്കൊന്നും ഇല്ലാതെ കുറേ സമയം ഞങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാനും പറ്റി, നല്ല കുറേ ഫോട്ടോസ് എടുക്കാനും പറ്റി. പക്ഷെ ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു സമയമായിരുന്നു. തീരെ മോശം കാലാവസ്ഥയായിരുന്നു. ഈ തണുപ്പും കാറ്റും സഹിക്കാൻ പറ്റാതെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ഈ കൊടും തണുപ്പിലും ഷോർട്സ് ഒക്കെ ഇട്ട് ഒരാൾ ഓടാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഇനി അധികം നിന്ന് തണുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് നല്ല കുറേ ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ച് നേരെ കാറിലേക്ക് ഓടി. പോകും മുന്നേ പറയാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടിയുണ്ട്. ഇവിടെ നിന്ന് ഫ്രാൻസ് വളരെ അടുത്താണെന്നുള്ളതാണ്. ഈ കാണുന്ന ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസ് ആണ്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ കാണുന്നത് UKയുടെ തന്നെ ഭാഗമായ ചെറിയൊരു ഐലൻഡാണ്. അതിനും അപ്പുറം ഫ്രാൻസ് ആണ്. ഈ ഡോർസെറ്റിൽ നിന്ന് കുറച്ചുകൂടെ മാറി ബോൺമോത്ത് എന്ന് പറഞ്ഞ പോർട്ടിൽ നിന്ന് അവിടേക്ക് ഫെറി ഉണ്ട്. ഏകദേശം 4-4.25 മണിക്കൂർ കൊണ്ട് ഫ്രാൻസിലെത്താൻ പറ്റുന്ന ഫെറി. ഷെങ്കൻ വിസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എപ്പോഴേലും വിസ എടുത്തിട്ട് ഫ്രാൻസിലേക്ക് പോകാൻ തീരുമാനിച്ച് തൽക്കാലം ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാരൻ ചേട്ടൻ പറഞ്ഞ ഐഡിയ അതും നേരം വെളുത്തോണ്ട് തൽക്കാലം നടക്കുമെന്ന് തോന്നുന്നില്ല. സ്റ്റോൺ ഹെഞ്ചും പിന്നീട് ഒരിക്കൽ പോകാമെന്ന് വെച്ചു. ഇനി ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിട്ട് നേരെ തിരിച്ച് നമ്മുടെ നോർത്ത് ആംപ്ടണിലേക്ക്. UKയിലെ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് നമുക്ക് പിന്നീട് എപ്പോഴേലും കാണാം.